ഒരിക്കലുമേ തങ്ങളുടെ പേര് വിളിച്ചിട്ടില്ല. മൂസ നബിയെ വിളിച്ചു യാ മൂസ, ഈസ നബിയെ വിളിച്ചു യാ ഈസ ഇബ്നു മറിയം, യാ നൂഹ്, നൂഹ് നബിയെ എന്നൊക്കെ അള്ളാഹു പേരെടുത്ത് വിളിച്ചെടുത്ത് അള്ളാഹുവിന്റെ റസൂലിനെ പേരെടുത്ത് വിളിച്ചിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂല് തന്നെയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വയിഷ്ടപ്രകാരം സംസാരിച്ചവരല്ല. അള്ളാഹു നൽകുന്ന ദിവ്യബോധനങ്ങളല്ലാതെ വഹയല്ലാതെ ഹബീബ് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയുൻ യൂഹാ. വഹയായി നൽകപ്പെടുന്ന ആശയങ്ങൾ മാത്രമേ പുണ്യനബി അവിടുത്തെ രസനകളിലൂടെ ചുണ്ടുകളിലൂടെ സംസാരിച്ചിട്ടുള്ളൂ നബുവത്തിന്റെ ശേഷം. والذين معه أشداء على الكفار رحماء بينهم. ആ പുണ്യ നബിയുടെ കൂടെയുള്ള ആളുകൾ അവരാണ് അസ്ഹാബ് റസൂലില്ലാഹ്. അവരെയാണ് സ്വഹാബത്ത് എന്ന് നമ്മൾ വിളിക്കുന്നത്. മൻ സ്വഹിബ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ വലൗ ലഹ്ളതൻ, ഒരു സെക്കൻഡ് നേരമെങ്കിലും അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ മുഅ്മിനായി മുസ്ലിമായി സഹവസിച്ച മുഴുവൻ ആളുകളും ഹബീബിന്റെ സ്വഹാബിമാരാണ്. വല്ലദീന മഅഹു അഷിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. ഇസ്ലാം എന്ന ആശയത്തെ അള്ളാഹു അവതരിപ്പിക്കുന്നത് ലോകത്തിന്റെ സൃഷ്ടാവ് ഏകനാണ് എന്ന് പഠിപ്പിക്കുന്ന ആശയമായിട്ടാണ്. അത് അല്ലാഹു ജല്ല ജലാലുവാണ്. ആ റബ്ബിന്റെ റസൂലാണ് പുണ്യ ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് ദൈവനിഷേധം നടത്തുന്ന പ്രവാചകരെ, അന്ത്യനാളിനെ, അള്ളാഹുവിനെ, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന തത്വത്തെ അംഗീകരിക്കാത്ത പക്ഷത്തെയാണ് കുഫാർ എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. അഷിദ്ദാഉ അലൽ കുഫാർ, ദൈവനിഷേധം അള്ളാഹുവിന്റെ റസൂലിനെ ഏതൊരു ദൗത്യവുമായിട്ടാണോ അള്ളാഹു പറഞ്ഞയച്ചത്, ആ ദൗത്യം നിങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുവിന് നിങ്ങൾ വണങ്ങാൻ നിർബന്ധിതരാണ്. ആ പടച്ചവന്റെ അരികത്തേക്ക് നിങ്ങൾ തിരിച്ചു പോകേണ്ടവരാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ. ഒരു രക്ഷിതാവാണ് നിങ്ങളെ പടച്ചത് മണ്ണിൽ നിന്ന്. മണ്ണിലേക്ക് നിങ്ങളെ തിരിച്ചയക്കും. എന്നിട്ട് മണ്ണിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് രണ്ടാമത് പുനർജന്മം നൽകി ഒരു വിചാരണയും അള്ളാഹു രക്ഷയും ശിക്ഷയും നൽകാൻ പോകുന്നുണ്ട് എന്ന സത്യമതത്തിന്റെ ചിന്തകളെ നിഷേധിക്കുന്നിടത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികൾ കർക്കശ നിലപാടുകൾ സ്വീകരിച്ചവരാണ്. കാരണം പ്രപഞ്ചത്തിന്റെ ഉണ്മയിൽ, പ്രപഞ്ചത്തിന്റെ സത്തയായ ആശയങ്ങളിൽ ഏറ്റവും വലുത്, ചർച്ചകളിൽ ഏറ്റവും വലുത്, വിഷയങ്ങളിൽ ഏറ്റവും വലിയ വിഷയം അള്ളാഹുവിന്റെ വിഷയമല്ലേ? ചർച്ചകളിൽ ഏറ്റവും വലിയ ചർച്ച സൃഷ്ടാവിനെ കുറിച്ചുള്ള ചർച്ചയല്ലയോ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ചയാണ്. അതുകൊണ്ട് ദൈവനിഷേധികളായ ആളുകളെ അള്ളാഹുവിന്റെ ഹബീബിന്റെ അനുയായികൾ ഗൗരവത്തോടെ തന്നെയാണ് സമീപിക്കുന്നത്. റുഹമാഉ ബൈനഹും, ഹബീബിന്റെ കൂടെയുള്ള മുഴുവൻ ആളുകളും പരസ്പരം റഹ്മത്ത് ചൊരിയുന്നവരാണ്. അവര് പരസ്പരം കരുണയുള്ളവരാണ്. അവരങ്ങനെ ആയിരുന്നില്ല മുമ്പ്. ഇസ്ലാം സ്വീകരിക്കും മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. എന്നാൽ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടെ അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ അനുയായികളായി ചേർന്നതിൽ പിന്നെ കാരുണ്യം വാരിക്കോരി കൊടുക്കുകയാണ്. തറാഹും റുക്അൻ സുജ്ജദാ, ഭൂമി ആസകലം അല്ലാഹു മസ്ജിദായി ഈ ഉമ്മത്തിന് നൽകിയിട്ടുണ്ട്. വജുഇലത് ലിയൽ അർളു മസ്ജിദൻ വതുഹൂറാ, ഭൂമിയിൽ എവിടെയും നിങ്ങൾക്ക് പച്ചമണ്ണിൽ നിസ്കരിക്കാം, നജസില്ലെന്ന് ബോധ്യപ്പെട്ടാൽ മതി. അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികൾ അവര് തലചായ്ച്ചുകൊണ്ടും സുജൂദ് ചെയ്തുകൊണ്ടും കുനിഞ്ഞുകൊണ്ടും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ്. യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാനാ, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ,
നീ ഞങ്ങളെ തൃപ്തിപ്പെടണമേ എന്ന് കൊതിക്കുന്നവരാണവർ. അല്ലാഹുവേ നിന്റെ ഔദാര്യം തരണേ എന്ന് ചോദിക്കുന്നവരാണവർ. കഅബ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ നബി തങ്ങൾ ചോദിച്ചുവല്ലോ, എന്താണ് വേണ്ടത്? സല്ലി, ചോദിച്ചോളൂ. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ നബിയെ അങ്ങയുടെ കൂടെ ഇരിക്കാനാണ് ആഗ്രഹം. അവ ഗൈറ ദാലിക്, വേറെന്തെങ്കിലും വേണോ? അത് മതി നബിയെ. അന്നാളുകൾ തുണിക്കഷ്ണം വേണം, വസ്ത്രം വേണം, കുപ്പായം വേണം, പുതപ്പ് വേണം, ഭക്ഷണം വേണം, ഒട്ടകം വേണം, അരി വേണം, ഗോതമ്പ് വേണം എന്ന് ചോദിക്കുന്ന കാലത്താണ് ഹബീബിന്റെ സ്വഹാബി മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു, നബിയേ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഇരിക്കണം, എനിക്ക് അത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. യബ്തഗൂന ഫളലം മിനല്ലാഹി വറിദ്വാനാ. ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോ ശരീരമാസകലം മുറിവുകളായി ഷഹീദായി പോയ അബ്ദുല്ലാഹിബ്നു ഹറാം, മഹാനായ അബ്ദുല്ലാഹിബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു നേരിട്ട് സംസാരിച്ചുവെന്ന് പരിശുദ്ധ റസൂൽ. സ്വഹീഹായ ഹദീസാണ്. ജാബിറേ, എന്താണ് നിങ്ങൾ ദുഃഖിതനായിരിക്കുന്നത്? നബിയേ, എന്റെ ദുഃഖത്തിന്റെ കാരണം എന്റെ പിതാവ് ഉഹദിലെ ഷഹീദാണല്ലോ നബിയേ. 7 പെങ്ങന്മാരെ എന്നെ ഏൽപ്പിച്ചുകൊണ്ടല്ലയോ എന്റെ ഉപ്പ പോയത്. ആ സങ്കടത്തിലാണ് നബിയെ ഞാനുള്ളത് എന്ന് പറഞ്ഞപ്പോ, ജാബിറേ ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങളുടെ ഉപ്പയോട് അല്ലാഹു കല്ലമ അബാക കിഫാഹ, എല്ലാവരോടും ഒരു മറക്ക് പിറകിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന റബ്ബ് നിങ്ങളുടെ ഉപ്പയോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ചോദിച്ചു, അബ്ദുല്ലാഹ് നിങ്ങൾക്ക് എന്ത് വേണം, എന്താ വേണ്ടത് ചോദിച്ചോളൂ. അപ്പൊ പറഞ്ഞു, അല്ലാഹുവേ ഒരിക്കലൂടെ എനിക്ക് ഉഹദിലേക്കൊന്ന് പോകണം, നിന്റെ ഹബീബിന്റെ അരികത്തേക്ക് പോകണം. ഒരിക്കലൂടെ നിനക്ക് വേണ്ടി ഒന്ന് ജീവൻ തന്നു പോരാൻ കൊതിയുണ്ടെന്ന് പറഞ്ഞപ്പോ സാദിഖിൽ അബ്ദുല്ലാഹിബ്നു ഹറാം കതബ്തു അലാ നഫ്സി അന്നഹും ഇലൈഹാ ലാ യുർജഊൻ. മരണം സംഭവിച്ചാൽ പിന്നെ ഒരിക്കലൂടെ ഒരു തിരിച്ചുവരവ് ഈ ലോകത്തേക്ക് അല്ലാഹു ആർക്കും നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് വേറെന്തെങ്കിലും. അന്നേരം അബ്ദുല്ലാഹി തങ്ങൾ പറഞ്ഞ മറുപടി, യബ്തഗൂന ഫളലം മിനല്ലാഹി വറിദ്വാനാ, അല്ലാഹുവേ ഇർളഅന്നി, നീ എന്നെ തൃപ്തിപ്പെടണമേ. അത്രേ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളൂ. അല്ലാഹുവിനോട് നമ്മൾ കൈയുയർത്തുന്നതും അല്ലാഹുമ്മ ഇർളഅന്നാ, അല്ലാഹുവേ നീ ഞങ്ങളെ തൃപ്തിപ്പെടണമേ. തെറ്റുകൾ ഒരുപാട് ചെയ്തവരാണ്, പാപങ്ങൾ കൂടിയവരാണ്, അമലുകൾ കുറഞ്ഞവരാണ്, ഞങ്ങളോട് പൊറുക്കേണമേ. അല്ലാഹുമ്മ ഇർളഅന്നാ, ഞങ്ങളെ തൃപ്തിപ്പെടണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യബ്തഗൂന ഫളലം മിനല്ലാഹി വറിദ്വാനാ, അവരല്ലാഹുവിന്റെ പ്രീതിയും റബ്ബിന്റെ പൊരുത്തവുമാണ് ചോദിക്കുന്നത്. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരിസ് സുജൂദ്, മണ്ണിൽ സുജൂദ് ചെയ്യുന്നത് കൊണ്ട്, മണ്ണിൽ തലവെക്കുന്നത് കൊണ്ട്, അലാ സബ്അത്തി അഹ്റുഫിൻ, 7 അവയവങ്ങളാൽ സുജൂദ് ചെയ്യുന്ന മുഅ്മിനീങ്ങളുടെ മുഖത്ത് സുജൂദിന്റെ അടയാളമായി മുഖത്ത് അല്ലാഹു പ്രകാശം നൽകുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ. അത് സ്വഹാബത്തിന്റെ മുഖങ്ങളിൽ കാണാൻ കഴിയുമായിരുന്നു. അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബിമാർ കാണുമ്പോൾ ചോദിക്കുമായിരുന്നുവല്ലോ, അബൂദർദാ നിങ്ങളുടെ കണ്ണുകളുടെ ഒരു ഭാഗ്യമേ, ഹബീബിനെ കണ്ട കണ്ണുകളല്ലയോ അവ. ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما.
സൽക്കർമ്മം ചെയ്ത, വിശ്വാസം നെഞ്ചിനോട് ചേർത്ത് പിടിച്ച ഇവരെല്ലാവർക്കും തീർച്ചയായും അല്ലാഹു മഹിതമായ പ്രതിഫലവും പാപമോചനവും അല്ലാഹു അവർക്ക് ഉറപ്പായും ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന അല്ലാഹുവിന്റെ അനശ്വരമായ വചനങ്ങളിൽ റബ്ബ് പരിചയപ്പെടുത്തുന്ന സൂറത്തുൽ ഫത്ഹിന്റെ ഈ അവസാന ഭാഗം ഹബീബിന്റെ സ്വഹാബിമാരെ കുറിച്ചാണ്. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടവരാണ് അവർ. അവർക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ്, അല്ലാഹുവിന് അവരെയും ഇഷ്ടമാണ്. റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. അവരിൽ ഏറ്റവും മഹത്തരമായവരാണ് അസ്ഹാബുൽ ബദരിയീൻ. ബദരിയായ സ്വഹാബി മഹാനായ മിസ്തഹ് ബിൻ ഉസാത്ത് റളിയല്ലാഹു അൻഹു. മഹാന്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഉമറേ വെറുതെ വിട്ടേക്കണം. അത് മഹാനായ ബദരിയായ സ്വഹാബി, മഹാനായ മിസ്തഹ് റളിയല്ലാഹു അൻഹു ബദരിയാണ്. പക്ഷേ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് മാപ്പ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ ഹബീബിന്റെ മറ്റൊരു സ്വഹാബിയുണ്ട്, ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു. ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു മക്ക വിജയ സമയത്ത് സ്വഹാബിമാരുടെ കൂടെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് നിബിതങ്ങൾ പുറപ്പെടുന്ന സൈനിക നീക്കം രഹസ്യമായ ആ കാര്യം പരസ്യമായും പരസ്യമല്ല രഹസ്യമായിട്ടു തന്നെ മക്കക്കാർക്ക് ചോർത്തു കൊടുത്തു എന്നതിന്റെ പേരിൽ ഹബീബായ നബി തങ്ങൾ വിചാരണ ചെയ്ത സംഭവമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ ദഅനി അദ്രിബു ഉനുഖ ഹാദൽ മുനാഫിഖ്, ഈ മുനാഫിഖിന്റെ കഴുത്ത് ഞാനൊന്ന് വെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ്, ഉമറേ ആരെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെന്നറിയുമോ? ഇത് ബദരിയായ സ്വഹാബിയാണ്, ഇത് ബദരിയാണ്. ബദരിയായ സ്വഹാബിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞുകൂടാ. ഹാത്തിബ് ബദരിയല്ലേ? ലഅല്ലല്ലാഹു തആല അലാ അഹ്ലി ബദരിൻ ഫഖാൽ യഅമലൂ മാ ശിഅ്തും ഫഇന്നി ഗഫർതു ലക്കും. ബദരീങ്ങളോട് അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്, ബദരീങ്ങളെ നിങ്ങൾ എൻ്റെ റസൂലിന് വേണ്ടി ബദറിൽ ഇറങ്ങിയവരല്ലേ? ആൾബലമില്ലാതിരുന്ന കാലത്ത്, ശക്തിയില്ലാതിരുന്ന കാലത്ത് എന്റെ ഹബീബിന് വേണ്ടി ഈമാനിന്റെ കരുത്തിൽ ബദറിന്റെ രണാങ്കണത്തിൽ ഇറങ്ങിയവരല്ലയോ നിങ്ങൾ? അല്ലാഹു നിങ്ങൾക്ക് എന്ത് ചെയ്താലും മാപ്പ് തന്നിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാമെന്ന് ബദരീങ്ങളോട് അല്ലാഹു പറഞ്ഞിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറഞ്ഞതിന്റെ പേരിൽ ബദരീങ്ങളാരും തിന്മയിലേക്ക് പോയിട്ടില്ല, അവരാരും തെറ്റുകൾ ചെയ്യാൻ പോയിട്ടുമില്ല. അങ്ങനെ നിരുപാധികം മഹാനായ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹുവിനെ നിരുപാധികം മാപ്പ് കൊടുക്കാൻ നബി തങ്ങൾ കണ്ട കാരണം അവർ ബദരിയാണ് എന്നൊരൊറ്റ കാരണമാണ്. റളിയല്ലാഹു അൻ അഹ്ലി ബദരിൻ ജമീഅ. അവർ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളിൽ ഏറ്റവും വലിയ സ്ഥാനീയരാണ്. റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. ഈ ഉമ്മത്തിനോട് ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ഒരു തലമുറയാണ് സ്വഹാബത്തിന്റെ കാലഘട്ടം, സ്വഹാബിമാർ. അവരിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടിയ ചില പ്രകാശങ്ങളെ, അല്ലെങ്കിൽ അവർ കൊളുത്തിവെച്ച തെളിയിച്ചു വെച്ച പ്രകാശ ഗോപുരങ്ങളെ അതൊന്ന് പരിശോധിക്കുകയാണ് നമ്മുടെ ഈ സദസ്സിൽ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ ഒരു സുഗന്ധ കാലഘട്ടത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഹബീബിന്റെ കാലഘട്ടം ഒരു 14 നൂറ്റാണ്ടിനപ്പുറത്തേക്ക് മക്കയിലേക്കും മദീനയിലേക്കും, ആ രണ്ട് വിശുദ്ധ നഗരിയിലേക്ക്, വിശുദ്ധമായ ഹബീബിന്റെ മദീനത്തുൻ നബിയിലേക്ക് നമ്മളൊന്ന് യാത്ര പോവുകയാണ്. അവിടെയാണ് ഹബീബിന്റെ മദ്രസ ഉണ്ടായിരുന്നത്. ആ മദ്രസ ഹബീബിന്റെ മസ്ജിദാണ്, ഹബീബിന്റെ ജീവിതമാണ്, ഹബീബിന്റെ സാന്നിധ്യമാണ്, ഹബീബിന്റെ സദസ്സുകളാണ് ആ മദ്രസ. ആ മദ്രസയിലെ മഹാന്മാരായ 7 സ്വഹാബിമാരുണ്ട്, ഫത്വ കൊടുക്കാൻ യോഗ്യതയുണ്ടായിരുന്ന സ്വഹാബിമാർ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ അലി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹാ. നിരുപാധികം ഫത്വ കൊടുക്കാൻ യോഗ്യതയുണ്ടായിരുന്ന മഹാന്മാർ ഈ 7 സ്വഹാബികളാണ്. അവർ കൊടുത്ത ഫത്വകൾ
എത്രയോ വോള്യങ്ങൾ വേണ്ടിവരും അവർ കൊടുത്ത ഫത്വകളെ സ്വരൂപിക്കുകയാണെങ്കിൽ. എന്നാൽ അതിനുശേഷം വരുന്ന 20ഓളം ആളുകളുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉസ്മാൻ തങ്ങൾ, അബൂ മൂസ അൽ-അശ്അരി തങ്ങൾ, മുആദ് ഇബ്നു ജബൽ എന്നവർ, സഅദ് ഇബ്നു അബീ വഖാസ്, അബൂ ഹുറൈറ തങ്ങൾ, അനസ് ഇബ്നു മാലിക് എന്നവർ, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹു, സൽമാൻ അൽ-ഫാരിസി തങ്ങൾ, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് തങ്ങൾ, അബൂ സഈദ് അൽ-ഖുദ്രി, തുൽഹത്ത് ഇബ്നു ഉബൈദില്ല, ജുബൈർ ഇബ്നു അൽ-അവ്വാം, ഉമ്മു സലമ റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ. ഇങ്ങനെ 20ഓളം വേറെ സ്വഹാബിമാർ ദീനിന്റെ വിഷയങ്ങളിൽ ഫത്വ നൽകിയ മഹത്തുക്കളായവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ 10,000 സ്വഹാബികളാണ് മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. 10,000 ജന്നത്തുൽ മുഅല്ലയിലും പരിസരങ്ങളിലും ഉഹുദിന്റെ രണാങ്കണങ്ങളിലും ഒക്കെയായി 10,000 സ്വഹാബികളുണ്ട്. ഒരുപക്ഷെ അവരെ മുഴുവനും നമുക്കിപ്പോ കാണാൻ അവിടെ കഴിയില്ല. 10,000 സ്വഹാബിമാർ മദീനത്തുണ്ടെന്ന്. ഇറാഖിലെ കൂഫയിലുണ്ട് 1050 സ്വഹാബിമാർ. 1050 സ്വഹാബിമാർ ഇറാഖിലെ കൂഫയിലുണ്ട്. 500 സ്വഹാബിമാർ ഹിംസിലുണ്ട്, ഷാമിലുണ്ട്. റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ. കൂഫയിലുള്ള 1050-ൽ 14 പേർ ബദരീങ്ങളാണ്. 14 ബദരീങ്ങളായ സ്വഹാബിമാർ കൂഫയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഹബീബായ നബി തങ്ങളുടെ ഹദീസ് ലോകത്തിന്റെ കൈമാറി തന്നവരാണ് സ്വഹാബിമാര്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ മാത്രം കാണുന്ന റിവായത്തുകൾ ചെയ്ത സ്വഹാബിമാർ 1500 പേരുണ്ട്. 1500 സ്വഹാബിമാർ. അതിൽ 937 സ്വഹാബിമാർ. ഹദീസുകളിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്ത 40,000 ഹദീസുകൾ സമാഹരിച്ച മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുസ്നദിന്റെ റാവിമാർ 937 സ്വഹാബിമാർ. ബാക്കി റിവായത്തുകളിൽ വന്നവർ 300 സ്വഹാബിമാർ വേറെയും. ഹബീബായ തങ്ങളിൽ നിന്ന് വെളിച്ചം കിട്ടിയ ഒരു മഹത്തുക്കളുടെ ഒരു ലോകമാണത്. ഇന്നല്ലദീന ആമനൂ വഹാജറൂ وجاهدوا بأموالهم وأنفسهم في سبيل الله والذين آووا ونصروا أولئك بعضهم أولياء بعض. ദീനിനെ പടുത്തുയർത്താൻ വേണ്ടി നാട് വിട്ട് പോരേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് സമ്പത്ത് ഒരുപാട് ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ചില ചരിത്ര സംഭവങ്ങളിലൂടെ വഴിയെ നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. എന്തെങ്കിലും നമുക്കും ചെയ്യണ്ടേ? ഇതൊരു ചരിത്രം കേട്ടിരിക്കുന്ന സദസ്സ് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ഓരോരുത്തരും അവനവനോട് ചോദിക്കേണ്ട ഒരു സമയമാണിത്. അള്ളാഹു മഹാനായ ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂടെ അവരുടെ മഹബ്ബത്ത് വെക്കുക. അത് ശഫഅ ശാഫിഊൻ ശഫഅൽ അംബിയാ വശഫഅ അസ്സുദ്ദീഖൂൻ വശഫഅ അശ്ശുഹദാ എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. അംബിയാക്കന്മാർ ശഫാഅത്ത് ചെയ്തു കഴിഞ്ഞു. സച്ചരിതരായ അല്ലാഹുവിന്റെ അടിമകൾ ശഫാഅത്ത് ചെയ്തു കഴിഞ്ഞു. ശുഹദാ ശഫാഅത്ത് ചെയ്തു കഴിഞ്ഞു. ഇനി ബാക്കി നിൽക്കുന്നത് ഞാൻ മാത്രമാണെന്ന് അല്ലാഹു ജല്ല ജലാലു പറയുന്ന ഒരു സമയം. അപ്പോൾ സിദ്ദീഖീങ്ങൾ എന്ന് പറയുന്നത് സ്വഹാബികൾ സിദ്ദീഖീങ്ങളാണ്. ശുഹദാക്കൾ വലിയൊരു വിഭാഗം സ്വഹാബത്ത് തന്നെയാണ്. അവരോട് മഹബ്ബത്ത് വെക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സദസ്സിലെ ചർച്ച നാളെ സ്വഹാബത്തിന്റെ ശഫാഅത്ത് നമുക്ക് കിട്ടാൻ അല്ലാഹു കാരണമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബിന്റെ കൂടെ ഞങ്ങൾ മഗ്രിബ് നിസ്കരിച്ചിരിക്കുകയാണ്. സ്വല്ലൈനൽ മഗ്രിബ് മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യമനിയായ അശ്അരിയായ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ ഹബീബിന്റെ കൂടെ മഗ്രിബ് നിസ്കരിച്ചിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന പള്ളിയിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കുക. ആ മെഹ്റാബ് ഇന്നും അവിടെയുണ്ട്. ഹബീബിന്റെ മിമ്പറും അവിടെയുണ്ട്. ആ മിമ്പർ നിന്ന സ്ഥലത്താണത്. ഹബീബിന്റെ മെഹ്റാബും അതുപോലെ അവിടെയുണ്ട്. ആ പള്ളിയുടെ ഒരു നടുമുറ്റമുണ്ട്. ഇന്ന് കുടവിരിച്ച് പള്ളിക്കുള്ളിൽ തന്നെ പള്ളിയുടെ ആദ്യത്തെ ഫ്രണ്ട് ഭാഗം കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു നടുമുറ്റമുണ്ട്. ആ നടുമുറ്റവും ഹബീബിന്റെ കാലത്തുള്ളതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിലേക്ക് ഇങ്ങനെ മെഹ്റാബിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് സുഫത്തിന്റെ അഹ്ലുകാരിരുന്നൊരു മണ്ണിന്റെ തിണ്ണയുണ്ട്. അതും അങ്ങനെ തന്നെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ ഇന്നും മദീനത്തെ പള്ളിയിൽ. ആ വിശുദ്ധ ഹബീബിന്റെ കൂടെ നിസ്കരിച്ച നിസ്കാരങ്ങൾ എത്രയാണ്!
ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, അങ്ങനെയൊക്കെ ചെയ്താലും എൻ്റെ ഹബീബിൻ്റെ ശബ്ദത്തേക്കാൾ നിങ്ങൾ ശബ്ദമുയർത്തിയാൽ ഹബീബിൻ്റെ കൂടെ നിസ്കരിച്ച നിസ്കാരവും കൂടെ ചെയ്ത ഉംറയും ഹജ്ജും നിങ്ങൾ ചെയ്ത ധർമ്മസമരവും എല്ലാം അള്ളാഹു പൊളിച്ചു കളയും. എൻ്റെ ഹബീബിനോട് ഒരൽപ്പം ബഹുമാനക്കുറവ് നിങ്ങളിൽ സംഭവിച്ചാൽ. ഇത് പറഞ്ഞ സൂറയാണ് സൂറത്തുൽ ഹുജുറാത്ത്. ഇബാദത്ത് അനിവാര്യമാണ്. ആ ഇബാദത്തിന്റെ മഹത്വവും അതിന്റെ പുണ്യവും പറഞ്ഞു തരേണ്ടതില്ല. എന്നാൽ അതിന്റെ മീതയാണ് ഹബീബിനോടുള്ള ഇഹ്തിറാം, പുണ്യനബിതങ്ങളോടുള്ള ബഹുമാനം എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടം അംബിയായിനോടും സാദാത്യങ്ങൾ, സയ്യിദന്മാർ, തങ്ങന്മാർ, അവരോട് നമ്മൾ കാണിക്കുന്ന ബഹുമാനമാണ്. അത് വളരെ വളരെ അത്യാവശ്യമാണ്. പുണ്യനബിതങ്ങളുടെ കൂടെ ഞങ്ങൾ മഗ്രിബ് നിസ്കരിച്ചിരിക്കുകയാണ്. صلينا المغرب مع رسول الله صلى الله عليه وسلم. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു, പുണ്യനബി എഴുന്നേറ്റ് പോയി. ഞങ്ങളെല്ലാവരും പറഞ്ഞു, ലൗ ജലസ്നാ ഹത്താ നുസല്ലി മഅഹുൽ ഇശാ. എന്നാ പിന്നെ ഇശാ വരെ നമ്മളങ്ങ് ഇരുന്നാലോ, ഇശാ കഴിഞ്ഞിട്ട് പോകാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അവിടെ തന്നെ ഇരുന്നു. മഗ്രിബ് മുതൽ ഇശ വരെ ഹബീബിന്റെ വരവും കാത്ത് ഇശാഇന്റെ വങ്കുവിളിയും പ്രതീക്ഷിച്ച് ഞങ്ങൾ പള്ളിയിൽ തന്നെ ഇരുന്നു. പള്ളിയിൽ ഇരിക്കുകയാണ്. ചെറിയ വെളിച്ചമെങ്ങാനും പള്ളിയിൽ മെഴുകുതിരി പോലെ കത്തുന്ന തിരിവിളക്ക് മാത്രമാണുള്ളത്. സൈത്തൂനിന്റെ സൈത്ത് കൊണ്ട് കത്തിക്കുന്ന തിരിവിളക്ക് മാത്രം അവിടങ്ങളിലുണ്ട്. ഫഖറജ അലൈനാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങളുടെ അരികത്തേക്ക് ഇറങ്ങി വന്നു. മാസിൽതും ഹാഹുനാ, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നോ? ഞങ്ങൾ പറഞ്ഞു, അതേ നബിയേ. സല്ലൈനൽ മഗ്രിബ മഅക, അങ്ങയുടെ കൂടെ ഞങ്ങൾ മഗ്രിബ് നിസ്കരിച്ചു. പിന്നെ ഞങ്ങൾ ഇശാവും നിസ്കരിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പറഞ്ഞു, അഹ്സൻതും, വളരെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത്. എന്നിട്ട് ആകാശത്തേക്ക് തലയുയർത്തി. ثم رفع رأسه إلى السماء. സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണിത്. وكان كثيرا ما يرفع رأسه إلى السماء. പുണ്യനബി അവസരം കിട്ടുമ്പോഴൊക്കെ രാത്രി സമയങ്ങളിൽ ആകാശത്തേക്ക് തലയുയർത്തി നോക്കുമായിരുന്നു. അത് ഹബീബിന്റെ ഒരു ചര്യയായിരുന്നു. സല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ആകാശത്തേക്ക് നോക്കുക, അല്ലാഹുവിന്റെ മലക്കൂത്തിലേക്ക് നോക്കുക, ഉന്നത ലോകങ്ങളിലേക്ക് നോക്കുക. നമ്മൾ ബാക്കിയുള്ളവൻ്റെ പ്രശ്നം എന്താണ്, മറ്റവൻ്റെ വീട്ടിൽ എന്താ നടക്കുന്നത്, ഇവൻ്റെ നാട്ടിൽ എന്താ നടക്കുന്നത്, അവൻ എന്താ നടക്കുന്നത്, നമ്മൾ മറ്റുള്ളവരുടെ വിഷയത്തിലേക്ക് നോക്കാനാ വലിയ താല്പര്യം. അങ്ങോട്ടേക്ക് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മുസ്ലിമിന്റെ ഇസ്ലാം നന്നാവുന്നത് അവനവന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുമ്പോഴാണ്, മറ്റുള്ളവരുടെ പിന്നാലെ പോകാതിരിക്കുമ്പോഴാണ്. അതൊരു മുസ്ലിമിന്റെ ഇസ്ലാമിന്റെ നന്മയാണ്. എന്തൊരു മനോഹരമാണ്. ഇന്ന് UAE-യിലെ ഖുതുബയുടെ വിഷയം അതായിരുന്നു, തർക്കുഹു മാ ലാ യഅനി. ഞാൻ ജുമുഅ കഴിഞ്ഞിട്ടാണ് പോരുന്നത്. തർക്കുഹു മാ ലാ യഅനി. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ കാര്യമായിട്ട് പറയേണ്ട വിഷയവും അത് തന്നെയാണ്. ബാക്കിയുള്ളവൻ്റെ കാര്യം നോക്കി അങ്ങനെ നടക്കുക. എന്താ അതുകൊണ്ട് കിട്ടാണ്? ബാക്കിയുള്ളവർക്ക് നിങ്ങളുടെ വർത്തമാനം കൊണ്ട് കുറച്ച് ടെൻഷൻ കിട്ടിയേക്കും അല്ലേ? നിങ്ങൾ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു, ഊഹിച്ചെന്തെങ്കിലും കഥകൾ ഉണ്ടാക്കി പറഞ്ഞു, കേട്ടത് സത്യമാണെന്ന് വിചാരിച്ചു, അതങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്തേ അതുകൊണ്ട് കിട്ടാനുള്ള ഒന്നുമില്ല. അല്ലാഹുവിന്റെ മലക്കൂത്തിനെ കുറിച്ച് ചിന്തിക്കാൻ സമയമുണ്ടോ? നമുക്ക് ഒറ്റക്കിരുന്ന് സ്വന്തത്തെ ഒന്ന് വിചാരണ ചെയ്യാൻ നമുക്ക് സമയമുണ്ടോ? നമുക്ക് നമ്മളെ കുറിച്ചൊന്ന് ആലോചിക്കേണ്ടേ. എൻ്റെ ഈ തടിയാണ് നാളെ ഖബറിൽ കൊണ്ടുപോയി വെക്കുന്നത്. എൻ്റെ അയൽവാസിയെ കുറിച്ചല്ല എന്നോട് ചോദിക്കുക, എന്നോട് എന്നെ കുറിച്ചാ ചോദിക്കുക. അതിന് ഞാൻ റെഡിയാണോ? ഇത് ചിന്തിക്കേണ്ട സമയമായില്ലേ? നമ്മൾ എത്ര ഗൗരവത്തിൽ നമ്മളെ കുറിച്ച് ആലോചിക്കണം. പുണ്യനബി കസീറൻ മാ യർഫഉ റഅസഹു ഇലസ്സമാ, ധാരാളം ആകാശലോകത്തേക്ക് നോക്കിയിരിക്കുന്ന സ്വഭാവം ഹബീബിനുണ്ടായിരുന്നുവെന്ന്. എന്നിട്ട് നബി തങ്ങളെ ഞങ്ങളോട് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, മഗ്രിബ് കഴിഞ്ഞ് ഇശാവും ഹബീബിന്റെ കൂടെ നിസ്കരിക്കാൻ കാത്തു നിൽക്കുന്ന ഞങ്ങളോട്, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിലുണ്ട്, ഞങ്ങളോട് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അന്നുജൂമു അമനത്തുൽ ലിസ്സമാ, ആകാശത്തിന്റെ സുരക്ഷയാണ് നക്ഷത്രങ്ങൾ, ആകാശത്തിന്റെ രക്ഷയാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ അവിടെ നിന്ന് സ്ഥാനം തെറ്റിയാൽ
വഇദൽ കവാകിബു ഇൻതസറത്, നക്ഷത്രങ്ങൾ അവിടുന്ന് പൊഴിഞ്ഞു വീഴാൻ തുടങ്ങിയാൽ അതസ്സമാഅ മാ തുഅദ്, ആകാശലോകങ്ങൾക്ക് അല്ലാഹു ഒരുക്കി വെച്ച വിപത്തുകൾ വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് പറഞ്ഞു വഅന അമനതുൽ ലിഅസ്ഹാബി, എന്റെ സ്വഹാബികളെ നിങ്ങൾക്ക് സുരക്ഷയാണ് ഞാൻ. അത് ഹബീബിന്റെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങൾക്ക് സുരക്ഷയാണ്, എന്നിലൂടെ അല്ലാഹു നിങ്ങൾക്ക് അമാനും അമനത്തും നൽകുന്നുണ്ട്. ഫഇദാ ദഹബതു, ഞാനെങ്ങാനും മരിച്ചുപോയാൽ, ലോകത്തോട് വിട പറഞ്ഞാൽ, അതാ അസ്ഹാബി മാ യുഅദൂൻ, സ്വഹാബികളെ നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ കാണേണ്ടി വരും. വഅസ്ഹാബി അമനതുൽ ലിഉമ്മതി, എൻ്റെ സ്വഹാബിമാർ എൻ്റെ ഉമ്മത്തിന് സുരക്ഷയാണ്. فإذا ذهب أصحابي أتى أمتي ما يوعدون, എൻ്റെ സ്വഹാബിമാരുടെ കാലം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഉമ്മത്തിന് പരീക്ഷണങ്ങൾ ഓരോന്ന് വന്നുകൊണ്ടിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഫലസ്തീനികളായ സഹോദര സഹോദരിമാരെ പിഞ്ചുമക്കൾക്ക് റബ്ബേ തുണയാകണേ, നിന്റെ സലാമത്തും നിന്റെ രക്ഷയും ഇറക്കി കൊടുക്കണേ, വാലിമീങ്ങളെ നീ പിടിച്ചു കെട്ടണേ തമ്പുരാനെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു മുസ്ലിമും വിശ്വസിക്കുന്നത് ദുന്യാവിൽ നീതി പൂർണ്ണമായി ലഭിക്കും എന്നല്ല. ദുന്യാവിൽ പൂർണ്ണമായി നീതി ലഭിക്കില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നീതി ലഭിക്കാൻ തന്നെയല്ലയോ പരലോകം അല്ലാഹു നിശ്ചയിച്ചത്, നീതിക്ക് വേണ്ടിയല്ലയോ അല്ലാഹുവിന്റെ മീസാൻ, നീതിക്ക് വേണ്ടിയല്ലയോ ഹിസാബും കിതാബും സിറാത്തും ജന്നത്തും നാറും, നീതിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഇവിടെ നീതി ലഭിക്കുമെന്ന് ഒട്ടും നമുക്ക് വിശ്വാസമില്ല. നീതി, യഥാർത്ഥമായ നീതി ഈ ഉമ്മത്തിന് ലഭിക്കും. സത്യത്തിന്റെ പക്ഷത്തെ പിടിച്ചു നിൽക്കുമ്പോ ഉമ്മച്ചികൾക്ക് അല്ലാഹു പരീക്ഷണം നൽകുന്നുണ്ട്, ശരിയാണ്, മുൻഗാമികൾക്ക് നൽകിയിട്ടില്ലേ? ആ പരീക്ഷണങ്ങൾ നമ്മൾ അതിജീവിക്കേണ്ടവരാണ്. എന്നാൽ നീതി ലഭിക്കുന്നത് അല്ലാഹുവിന്റെ കോടതിയിലായിരിക്കും. ഇവിടെ നീതി കിട്ടണമെന്നില്ല, കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുമില്ല. കിട്ടിയാൽ ആയി, ഇല്ലെങ്കിൽ അല്ലാഹു അദിലാണ്, അല്ലാഹു നീതിമാനാണ്. നീതി അല്ലാഹു നൽകുന്ന ലോകമാണ് മഹ്ശറ എന്ന് മഹാനായ റസൂലുള്ളാഹ്. ഒരു കിടങ്ങ് കീറി ആ കിടങ്ങിൽ വിറക് വെച്ച് കത്തിച്ച് ആ ആളിപ്പടരുന്ന തീയിലേക്ക് 1000-ഓളം ആളുകളെ തള്ളിവിട്ട് അതിൽ വെന്ത് ആർത്ത് നിലവിളിച്ച് കരയുന്ന ആ കരച്ചിൽ കേട്ട് ചിരിച്ചിരുന്ന ആളുകളെ ഖുർആൻ സൂറത്തുൽ ബുറൂജിൽ ഖുതില അസ്ഹാബുൽ ഖുദൂദ് അന്നാരി ദാത്തിൽ വഖൂദ്, അസ്ഹാബുൽ ഖുദൂദ് വെന്ത് മരണപ്പെട്ടപ്പോൾ അവർക്ക് നീതി കിട്ടി ഭൂമിയിൽ എന്ന് അല്ലാഹു പറഞ്ഞോ? ഇല്ല, നീതി കിട്ടിയിട്ടില്ല. എന്നാൽ നീതി കിട്ടിയിരിക്കും. അല്ലാഹു ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹു ഭൂമിയിൽ വെച്ച് തന്നെ നീതി നടപ്പാക്കണമെന്ന് നിർബന്ധമില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് പോലും അങ്ങനെ എത്ര സംഭവങ്ങൾ നടന്നു. അല്ലാഹുവിന്റെ നീതി നടപ്പാകുന്ന ഇടമാണ് മഹ്ശറ, നാളത്തെ പരലോകം. അല്ലാഹുവേ നിന്റെ ആഖിറത്തിൽ വിജയിക്കുന്നവരിൽ ഞങ്ങളെ ചേർത്തണേ തമ്പുരാനെ. ഇതൊരു ഓട്ടമാണ്, സ്വർഗത്തിലേക്കുള്ള ഓട്ടമായിരിക്കട്ടെ അത്.